ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരു റൂം മേക്ക് ഓവർ വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പം നമുക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും റൂം മേക്ക് ഓവർ ആണെന്ന്. ഞാൻ മോളുടെ റൂം ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മേക്ക് ഓവർ വേണമെന്ന്. മോൾക്ക് അങ്ങനെ സെപ്പറേറ്റ് റൂമൊന്നുമില്ല, അവർ ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇവർക്ക് ഒരു പ്ലേ റൂം കം സ്റ്റഡി റൂം ആയിട്ട് ഒരു റൂമുണ്ട്. അവർ കളിക്കാനും പിന്നെ ഹോംവർക്ക് എഴുതുക അങ്ങനെയുള്ളൊരു റൂമുണ്ട്. പ്ലേ റൂം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അതിൻ്റെ ലെവൽ എന്തായിരിക്കും, അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം റൂമിൻ്റെ കോലം എന്താണെന്ന്. അപ്പോൾ അതിനൊരു മേക്ക് ഓവർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിന് ഒരു ചെറിയൊരു ടാസ്ക്കാണ്. കാരണം മോളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ അവളുടെ റൂം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അത് അവൾക്ക് കുറച്ചുകൂടെ നീറ്റായിട്ട് വെക്കണം, സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യണം, ഇതിവിടെ വെക്കണം, ഈ സാധനങ്ങൾ അവിടെ ചെയ്യാനുള്ളതാണ്, എൻ്റെ റൂം നീറ്റായിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു കുറച്ചൊന്ന് അവളെ ഒന്ന് ആക്കിയെടുക്കുക. എന്താ അതിനെ പറയുക, അവൾക്കൊരു കാര്യബോധം വരുത്താനും അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആൾ കുഞ്ഞ് 6 വയസ്സായിട്ടേ ഉള്ളൂ. കാര്യബോധമൊന്നും ഇപ്പോഴേ വരാറൊന്നും ആയിട്ടില്ല. എന്നാലും കുറച്ചൊക്കെ എൻ്റെ ബുക്സ് ഇവിടെ വെക്കണം, എൻ്റെ സ്കൂൾ കാര്യങ്ങൾ ഇവിടെ വെക്കണം, ഞാൻ ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് വരാൻ അവളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചൊരു 1-1.5 ദിവസത്തെ സമയമുള്ളൂ. ഇതിൽ മോള് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ചെയ്യൽ മീൻസ് റൂം മേക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള സമയം കൊണ്ട് റൂം ക്ലീൻ ചെയ്യണം, ബെഡ് സെറ്റ് ചെയ്യണം, കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യണം, നൈറ്റൊക്കെ നിന്ന് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അവളുടെ അടുത്ത് പറയണം നിനക്കുള്ള സർപ്രൈസ് ഇതിനകത്തുണ്ട്, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പണിപ്പുരയിലാണ്, ഡോണ്ട് കം ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ത്രൂ ഔട്ട് സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് റൂം മേക്ക് ഓവറിലൊക്കെ കിടക്കാം. ഈ ഒരു പ്ലെയിൻ വോളിനെ മാറ്റുക എന്നതാണ് ആദ്യത്തെ കലാപരിപാടി. അപ്പോൾ ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാനിത് ഷോർട്സ് ആയിട്ട് ഇടാം എന്ന് വിചാരിച്ച വീഡിയോ എടുത്തത്. പക്ഷേ വീഡിയോ എടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഷോർട്സിൽ നടക്കില്ലാന്ന്. അങ്ങനെ പിന്നെ ആ ഷോർട്ടായിട്ട് എടുത്ത വീഡിയോസിന് ഞാൻ ലോങ് വീഡിയോ ആക്കി ഇടുന്നതാണ്. കണ്ടില്ലേ, ഇതാണ് ആ റൂമിൻ്റെ അവസ്ഥ. അപ്പോൾ പടമെല്ലാം വരച്ച് കഴിഞ്ഞ് ഒരു ബെഡ് സെറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്തു. കണ്ടോ, റൂമെന്ന് പറഞ്ഞ് എൻ്റെ ദൈവമേ, അത് കഴിഞ്ഞ് ബെഡൊക്കെ ഇട്ട് ബെഡിൽ യൂണിക്കോൺ തീം ബേസ്ഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റും ഇതെല്ലാം ഇട്ടിട്ട് ഒരു ബ്ലാങ്ക് ആയിട്ടായിരുന്നു ബെഡിൻ്റെ ടോപ്പ്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്ത് കുറച്ച് സ്റ്റിക്കേഴ്സ്, ഇവിടെ സ്റ്റിക്കർ പ്രിൻറ്റ് അന്വേഷിച്ച് നടന്നിട്ട് കണ്ടില്ല. പിന്നെ കാരിക്കേച്ചർ പോലെ അവരെ തന്നെ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സായിട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയല്ലേ എന്ന് വിചാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മാർഷൽ ആർട്സ് ഓക്കെ, 2 പെൺകുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് ഒരു ഖബർമേസും ഇല്ല, പിടിച്ചു മാറ്റാനും പ്രശ്നം പരിഹരിക്കലുമാണ് എനിക്ക് ഇവിടുത്തെ സമയം. ഇത് കണ്ടോ, അപ്പോൾ അവരെ പ്രിൻസസ്സായിട്ടും ഒക്കെ അവരുടെ ഒരു കാരിക്കേച്ചർ പോലെ അവരുടെ തല തന്നെ ഈ പ്രിൻസസിൻ്റെ ഇതിലൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹാപ്പി ആവില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിപ്പോൾ ഏകദേശം ഇതാണ് റൂം. ഇവിടെ ഉണ്ടായിരുന്ന ബെഡും സോഫയൊക്കെ എടുത്ത് മാറ്റി. ഒന്ന് എഴുന്നേറ്റ് മാറി തരുമോ? ഈ ബെഡ് എനിക്ക് അപ്പുറത്തിടണം, ആ സൈഡിൽ ഇടണം. അതിവിടെ വയ്ക്കും. ജോലി ചെയ്ത് ക്ഷീണിച്ച് കിടക്കുക രണ്ടുപേരും. മാറൂ ഗൈസ്. ഓൾറെഡി വേണ്ടതിലധികം പണി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. എന്നാലും അമ്മയ്ക്ക് ഞാൻ ഇനിയും പണി തരും എന്നുള്ളൊരു വാശിയിലാണ് അവൾ. പുറത്തുനിന്ന് വേറെ പണി ഒന്നും എടുക്കണ്ട, എല്ലാം ഞാൻ തന്നെ തന്നോളാം. അങ്ങനെ ഇപ്പുറത്ത് കിടന്ന ബെഡിനെ അപ്പുറത്തൊക്കെ എടുത്തിട്ട് ഈ ബെഡ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം പണിയെടുത്ത് നട്ടം തിരിഞ്ഞിരിക്കുകയാണെന്ന്. നല്ല ടയേർഡായി, വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. പിന്നെ പണിയെടുത്ത് നടുവൊടിഞ്ഞെന്ന് പറയാം. വലിയ രീതിയിലുള്ള മേക്ക് ഓവറൊന്നും അല്ലെങ്കിലും പക്ഷേ എനിക്ക് ഇവിടെ വയ്ക്കുമ്പോൾ തോന്നും അപ്പുറത്ത് വയ്ക്കണമെന്ന്, അപ്പുറത്ത് വയ്ക്കുമ്പോൾ തോന്നും ഇപ്പുറത്ത് വയ്ക്കണം. എൻ്റെ കുഴപ്പം തന്നെ. മെയിനായിട്ടും ഒട്ടും എനിക്കിഷ്ടപ്പെടാതെ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നത് ഈ ടേബിളാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരുപാട് സാധനം ഇരിപ്പുണ്ട്. ഇതിന് ഒരു ഡോറില്ല. ഇതിനിപ്പോൾ ഡോറ് വെച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനൊരു കർട്ടൻ അടിച്ചിടാമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇനി ഈ ചെയർ ഞാൻ കരുതി അവിടെ തന്നെ വെച്ചേക്കാം. ഇതിൻ്റെ ഇടയിൽ ഈ ചെയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആകുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇനി ഇതിപ്പോൾ തോന്നുന്നതാ, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നത് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഒരു സൈക്കിളുണ്ട്. സൈക്കിളിനൊരു സ്ഥലം കണ്ടുപിടിക്കണം. ആ കാണുന്ന പെട്ടി ഉണ്ടല്ലോ, പെട്ടി ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നൊരു പെട്ടിയാണ്. ആ പെട്ടി കളയാറായി. അതിന് എയർപോർട്ടിൽ നിന്ന് അത് അനുഭവിക്കാത്ത ദുരിതങ്ങൾ ഇല്ലയെന്ന് തോന്നുന്നു. ആ പെട്ടിയെ കണ്ടാൽ തന്നെ അറിയാം. ആരോഗ്യം അവരുടെ ദേഷ്യമെല്ലാം എൻ്റെ പെട്ടിയുടെ പുറത്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ആ പെട്ടി കളയാൻ സമയം. അതുകൊണ്ട് ഞാനത് ഒരു പ്രാവശ്യം തന്നെ യൂസ് ചെയ്തോളൂ. കാരണം ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ എൻ്റെ കോലം
അധോഗതിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ ടോയ്സ് ഇടാൻ വേണ്ടിയിട്ട് അത് കൊടുത്തേക്കായിരുന്നു. അപ്പോൾ ടോയ്സ് ഇട്ടാലും അതിനൊരു ഒരു വിലയും ഇല്ലാണ്ടായി. അപ്പോൾ ഞാൻ വെച്ചാൽ ടോയ് ബാഗ് അങ്ങനെ അങ്ങ് കളയാം. പിന്നെ അവിടെ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കളയാനുള്ളതാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഐ തിങ്ക് റൂം ഒരുവിധം ഓക്കെ ആയിരിക്കുമെന്ന്. എനിവേ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഹലോ കിറ്റി ഉണ്ട്, യൂണിക്കോൺ ഉണ്ട്, എൽസ ഉണ്ട്, അവളുടെ ഒരുവിധപ്പെട്ട ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ബാക്കി വഴിയെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. പിന്നെ ഈ കിടക്കുന്ന ടേബിൾ ഒരു യൂസും ഇല്ലാത്ത ടേബിളാണ്. ഞങ്ങൾ ഇവിടെയാണ് പ്രൊജക്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊജക്ടറിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഈ വോളിലാണ്. ഈ വോളിൽ പ്രൊജക്ടർ ഞങ്ങൾ മൂവി ഇടുന്നത് തേഴ്സ്ഡേ നൈറ്റ്, ഫ്രൈഡേ, അല്ലെങ്കിൽ പിന്നെ ചിലപ്പം വീക്ക് ഡേയ്സിലൊക്കെ നേരത്തെ പരിപാടി കാര്യങ്ങളെല്ലാം കഴിയാണ്, ടൈം ഉണ്ട് എന്ന് തോന്നുമെങ്കിൽ മാത്രമേ വീക്ക് ഡേയ്സിൽ ഞങ്ങൾ മൂവീസ് കാണാറുള്ളൂ. അപ്പോൾ തേഴ്സ്ഡേ നൈറ്റ് അല്ലെങ്കിൽ ഫ്രൈഡേ ആഫ്റ്റർനൂൺ, ഫ്രൈഡേ നൈറ്റൊക്കെയാണ് കൂടുതലും മൂവീസ് കാണുന്നത്. ആ ഒരു ടൈമിൽ കഴിക്കുകയാണെങ്കിലും ഈ വാളിൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, തൊട്ട് ഓപ്പോസിറ്റാണ് ഇത്. അപ്പോൾ ഇവിടെ ഇരുന്നായിരിക്കും ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഡൈനിങ് ടേബിളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധ ബന്ധവും ഇല്ല. വർക്കിംഗ് ഡേയ്സിൽ എല്ലാവരും ഞങ്ങൾ ഹോളിൽ ഒരുമിച്ചിരുന്ന് ലിവിംഗ് റൂം ഏരിയയിൽ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുക. അന്നേരം പോലും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഉപയോഗം എന്താ കാര്യം, അയൻബോർഡ് അഥവാ ഓക്കെ, തേക്കുന്ന സ്ഥലം, ആ ടേബിളിൽ ഡ്രസ്സ് തേക്കുന്ന സ്ഥലം. ഫസ്റ്റ് ഞാൻ ഇവിടെ വിളക്ക് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ വിളക്ക് ഇവിടെ വയ്ക്കുന്നുണ്ട്. ഞാൻ ലിവിങ് ഏരിയയിലൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം തേപ്പ് ഏരിയയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവിടെ സൈക്കിൾ ചവിട്ടാനൊക്കെ വളരെ സ്ഥലം കുറവാണ്. ഈ കോറിഡോർ മാത്രമേ ഉള്ളൂ ഇവർക്ക് സൈക്കിൾ ചവിട്ടാൻ. പിന്നെ ഫ്ലാറ്റിന് താഴെ കൊണ്ടുപോകണം. അപ്പോൾ ഇതുകൂടെ ഒന്ന് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും. അപ്പോൾ പറയുമ്പോഴത്തേക്കും ഇൻ കേസ് ഫ്രണ്ട്സ് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ, അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാമല്ലോ എന്നുള്ളൊരു ഒറ്റ റീസണിലാണ് ഇതിവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഫ്രണ്ട്സ് വന്നാലും പ്രൊജക്ടറിൽ ഫിലിം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിലത്ത് എല്ലാവരും കൂടെ ഒരു സ്പെയർ ബെഡുണ്ട്. ഈ ബെഡ് അങ്ങോട്ട്, ഈ ബെഡ് നേരത്തെ ഇവിടെ കിടന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കും. അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റ് ഇട്ടിട്ട് എല്ലാവരും നിലത്തിരുന്ന കഴിക്കൽ. ഇതെന്തിനാണെന്ന് അറിയത്തില്ല. അധികം പറ്റി ഈ കുടുംബത്തിൽ അധികം പറ്റാണ് നീ എന്ന് പറഞ്ഞ കണക്ക് ഇത്. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ നമുക്കിതിനെ എന്താ മാറ്റാം ഇവിടെ നിന്ന്. അപ്പം അത്രയേ ഉള്ളൂ. ബാക്കി പണികളിലേക്ക് പോകാം. ഇതൊരു DIY പെൻസിൽ ഹോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കൂടെ ഇട്ടതൊരു ലോങ് വീഡിയോ ആക്കി വെറുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അതും കൂടെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കും. കണ്ണയ്ക്ക് പിന്നെ ഓരോ ടൈം ഓരോ ഇഷ്ടമാണ്. ചിലപ്പോൾ ഹലോ കിറ്റി ഫാൻ ആയിരിക്കും, ചില സമയത്ത് യൂണിക്കോൺ ഫാൻ ആയിരിക്കും, ചില സമയത്ത് എൽസ ആയിരിക്കും. ഇപ്പോൾ ഒരു യൂണിക്കോൺ ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ യൂണിക്കോൺ ലവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടെസ്റ്റ് അക്കൗണ്ട് ചെയ്തത്. ഫുൾ വീഡിയോ വേണമെന്നുള്ളൊരു ഷോർട്സ് കാണാൻ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ ക്രാഫ്റ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ബാക്കി പരിപാടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിൾ ക്ലീൻ ചെയ്യുക, അതിലൊരു കർട്ടൻ തയ്ക്കുക, പിന്നെ ബാക്കി ഒന്ന് അടിച്ചു വാരുക, എല്ലാം ഒതുക്കി വെക്കുക, തുടയ്ക്കുക, ഈ ടേബിൾ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇതാണ് ഇനിയുള്ള സ്റ്റെപ്പ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു വാൾ ഹാങ്ങിങ് ആണ്. ഓക്കെ, അപ്പം ഞാൻ കരുതി ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, വെയിറ്റ് കാണിക്കാം. ഓക്കെ, ഈ ഒരു സ്പേസ് നമ്മുടെ ഈ ടോം ആൻഡ് ജെറിയുടെയും ഡോറയുടെയും നടുവിലുള്ള ഈ ഒരു സ്പേസിൽ ഒരു വാൾ ഹാങ്ങിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, കുറച്ച് പ്ലേ റൂം റൂൾസ് അല്ലെങ്കിൽ കുറച്ച് പോസിറ്റീവ് കോട്ട്സ് അങ്ങനെ എന്തായാലും കുറച്ച് റെഫറൻസ് ഇമേജ് ഒക്കെ എടുക്കാം. പക്ഷേ ഈ വാൾ ഉണ്ടല്ലോ, ഇത് ഫുൾ ഫ്രീയാണ്. ഞാൻ ആദ്യം കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 4-5 ഫ്രെയിം ചെയ്യാം, മോളുടെ ഫോട്ടോസ് ആയാലും അല്ലെങ്കിൽ പോസിറ്റീവ് കോട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുറച്ചൊരു ഗുഡ് വൈബ്സിൻ്റെ ഒരു തീം ചെയ്യാൻ. പക്ഷേ പ്രൊജക്റ്റ് അപ്പുറത്തിരിക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഇവിടെയാണ്. അത് കാരണം എനിക്ക് ഈ വാളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വാൾ ഫ്രീ ആയിട്ട് ഇടാന്നുള്ളത് ഒരു വഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വാൾ ഹാങ്ങിങ് ഞാൻ ഈ ഒരു ഏരിയയിലോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതും ഒരു DIY ഒരു വാൾ ഹാങ്ങിങ് ആണ്. ഇതാണ് ആ ഒരു വാൾ ഹാങ്ങിങ്. പേടിക്കേണ്ട, ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്സിലിട്ടുണ്ട്. ഷോർട്സിൽ എങ്ങനെയാണെന്ന് ആലോചിക്കേണ്ട, ഷോർട്സിൻ്റെ പോയി കണ്ടു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലായിക്കോളൂ. ആ ഡെസ്ക്ടോപ്പ് ഓർഗനൈസറിലെ പെൻ ഹോൾഡർ അതിൻ്റെ വീഡിയോയും ഇതും ഷോർട്സിലിട്ടിട്ടുണ്ട്. പോയി കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കണ്ണകിയുടെ റൂം സെറ്റാക്കിയിരിക്കുകയാണ്. അവളെക്കാളും
ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. കാരണം ഇത് അവൾക്ക് ഇഷ്ടമാവുമോ, അവളുടെ എക്സ്പ്രഷൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവളെക്കാളും സന്തോഷം എനിക്കുണ്ട്. ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ഞാൻ കാണിച്ചു തരാം. കണ്ണകിയുടെ ബർത്ത്ഡേ നൈറ്റാണ്. ഓക്കെ, ഫ്രൈഡേ നൈറ്റാണിത്. ഫ്രൈഡേ നൈറ്റ് മീൻസ് സാറ്റർഡേ ഏർലി മോർണിംഗ് ആയി. കണ്ണകിയുടെ ബർത്ത്ഡേ ആണെന്ന്. ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് അവൾക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് ആക്ച്വലി കുറേ നാളായി വാങ്ങി വെച്ചിട്ട് ഇപ്പോഴൊന്നും വാങ്ങിയതല്ല. ഇതിന് മുന്നേ ഞങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ അവൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ അറിയാതെ സർപ്രൈസ് ആയിട്ടൊക്കെ വാങ്ങിച്ചു വെച്ചതാണ്. ഇതിൽ ഉള്ളതിൽ ഒരു 1-2 കാര്യങ്ങൾ മാത്രം ഈ റീസെൻ്റ്ലി വാങ്ങിയത്. ബാക്കി എല്ലാം നേരത്തെ വാങ്ങി വെച്ച സാധനമൊക്കെ ഞാൻ ബെഡിൽ വെച്ചിട്ട് കുറച്ച് ഞാൻ ഹൈഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി കണ്ണകിയെ പോയി കൂട്ടിയിട്ട് വരാം. സോ ഇപ്പോൾ ഇതാണ് റൂം. ലെറ്റ്സ് വെൽക്കം കണ്ണകി ടു ഹർ റൂം. How is this? കരച്ചിൽ വരുന്നു. അതിന് ബെഡിലൊന്ന് ചുറ്റി നോക്കി. ബെഡിൽ എന്തൊക്കെ ഉണ്ടെന്ന്. അതെന്തോ ബെഡിന്റെ മുകളിലൊക്കെ ആരൊക്കെ ഇരിക്കുന്ന രണ്ടുപേരും. ഇവിടെ ആരൊക്കെ ഉണ്ടോ നോക്ക്. ഇഷ്ടായോ? പതിയെ കണ്ണകി നീ. There are some more gifts. Find out. It's your treasure hunt. അടിയിലല്ല toys ആണ്. ബോക്സ് നമുക്കുള്ള സാധനം ഇതിന്റെ കഷ്ടപ്പാടാണ്. രണ്ട് സെറ്റ് ഉണ്ട്. ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് നീ സ്റ്റിക്കർ കാണിച്ചു കൊടുക്ക്. സ്റ്റിക്കർ കാണിക്കൂ. ഈ പെൻസിൽ ടോപ്പേഴ്സിൻ്റെ വീഡിയോയും ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ട് ലൈക്ക് ചെയ്യാനും ഇനി കൂടുതൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. Which one you like more? Which one is your favorite? And star. വലിയ ഇഷ്ടമായി. ഇതാരാ സ്നോവൈറ്റല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇഷ്ടമായില്ലേ? ഇതുപോലെ എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ എനിക്കിത് പറ്റില്ല, ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുള്ളത് പറയുന്നെങ്കിലും ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയതാ, അമ്മ വാങ്ങിയതല്ല. അയ്യോ മീൻ കണ്ടന്റ് എടുത്തോളൂ പ്ലീസ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാടി.
ഇത് ഗ്ലിറ്റർ ഷീറ്റ് വെച്ച്, ഇത് ഗ്ലിറ്റർ ഷീറ്റ്, ഇത് സ്മൈലി വരച്ചത്, ഇത് പ്രിന്റ് എടുത്തത്, ഇത് അമ്മ വരച്ചത്, ഇത് അമ്മ ഉണ്ടാക്കിയ സ്കെയിലാ. മറ്റേ ഈ ബോക്സ് മേടിച്ചപ്പോൾ അതിന്റെ ഒരു കാർഡ് കിട്ടിയത്, അതിന് കട്ടേഴ്സും സീക്വൻസ് ഒക്കെ ഇട്ടിട്ട് ഷീറ്റ് പൊട്ടിച്ച് അയൺ ചെയ്ത് ഇത് അതിലുണ്ടായിരുന്നു. ഈ ബോക്സിന്റെ കാർഡിലുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടില്ലേ? അപ്പൊ ഇഷ്ടമായോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ കണ്ണകി വലുതായിരിക്കും, 6 years. എന്റെ കൂടെ പഠിച്ചതൊക്കെ ഇപ്പോഴും കല്യാണം പോലെ കഴിക്കാതെ എൻജോയ് ചെയ്ത് നടക്കുന്നു. ഞാനിവിടെ 6 വയസ്സായ ഒരു കുട്ടിയുടെ അമ്മയായി ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഹലോ ചേച്ചി, ചേച്ചി കുട്ടിക്കൊന്നും പറയാനില്ല. താങ്കൾക്ക് ഈ വിലയുടെ നിമിഷത്തിൽ എന്താണ് പറയുന്നത്? കരഞ്ഞു ചിരിച്ചുകൊണ്ട് സങ്കടം വന്നാണ് ഞാൻ ഇതിലൂടെ കണ്ടിട്ടില്ല. എന്തിനാ സങ്കടം പറഞ്ഞേക്കും? ചുമ്മാ ഇരിക്കുമ്പോ സങ്കടം വരുന്നത് എന്തിനാ? കണ്ടിട്ട് ഇഷ്ടമായോ? ഫ്രണ്ട്സിനൊക്കെ പോയി പറയും പണ്ട് തെറ്റിയ തീർത്ത കണ്ട എന്റെ അമ്മ ഉണ്ടാക്കി തന്നതാണെന്ന് പറയുമോ? സ്കൂളിൽ മീറ്റ് ചെയ്തിരിക്കുകയാണ് ഇല്ലേ? അച്ഛന് ഡാൻസ് ഒന്നുമില്ലേ? അച്ഛനാ ഷോ മേടിച്ചത്. കണ്ടില്ലേ, എനിക്കിഷ്ടമായി. നിങ്ങൾക്കോ? അച്ഛനമ്മയ്ക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ ഇങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു ഇത്രയും വലിയ ഗിഫ്റ്റ് കിട്ടുമെന്ന്. ഐ എം സോ ഹാപ്പി. നിങ്ങൾക്കും എൻ്റെ റൂമും ഗിഫ്റ്റും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ടും ചെയ്യണം, ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ബൈ ബൈ. See you in the next video.